ഒരിക്കലും വരില്ലെന്ന് കരുതിയ കുമ്പസാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയം നിശബ്ദമാകാൻ പഠിക്കുന്ന നിമിഷങ്ങളുണ്ട്. ഒന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അതെല്ലാം പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ കാത്തിരുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ചു, നിങ്ങളുടെ മനസ്സിൽ സംഭാഷണങ്ങൾ വീണ്ടും പ്ലേ ചെയ്തു. നിങ്ങൾക്ക് എന്താണ് നഷ്ടമായത്, നിങ്ങൾ എന്താണ് തെറ്റായി പറഞ്ഞത്, നിങ്ങൾ എന്താണ് പറയേണ്ടിയിരുന്നത് എന്ന് വ്യത്യസ്തമായി ചിന്തിച്ചു. കുറച്ചു സമയത്തിനു ശേഷം നിങ്ങൾ സ്വയം പറഞ്ഞു, അത് വരുന്നില്ല, ഞാനത് ഉപേക്ഷിക്കണം. എന്നാൽ ഇതാ സത്യം. മിക്ക ആളുകളും ചില കുമ്പസാരങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. കാരണം അവയ്ക്ക് മറ്റേയാൾക്കില്ലാത്ത ധൈര്യം ആവശ്യമാണ്. ഇപ്പോഴെന്തോ മാറിക്കൊണ്ടിരിക്കുന്നു. 1. നിശബ്ദത ഒരിക്കലും നിസ്സംഗതയായിരുന്നില്ല. നമ്മൾ അംഗീകരിക്കുന്ന ഏറ്റവും കഠിനമായ നുണകളിലൊന്ന് നിശബ്ദതയെന്നാൽ ആരെങ്കിലും കാര്യമാക്കുന്നില്ല എന്നാണ്. എന്നാൽ നിശബ്ദത പലപ്പോഴും വേഷം മാറിയ ഭയം, നിരസിക്കപ്പെടുമോ എന്ന ഭയം, നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം, എല്ലാം മാറ്റുന്ന എന്തെങ്കിലും സമ്മതിക്കുമോ എന്ന ഭയം എന്നിവയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി, നിങ്ങളുടെ മനസ്സ് ആരുടെയും പേരറിയാതെ അറിയുന്ന വ്യക്തി, അവർക്കെങ്ങനെ പുറത്തുവിടണമെന്നറിയാത്ത വാക്കുകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. ചില സ്നേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ ഏറ്റുപറയാറില്ല. സ്നേഹം അവഗണിക്കാൻ കഴിയാത്തപ്പോൾ അവർ ഏറ്റുപറയുന്നു. 2. എന്തുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്? അവർക്കിങ്ങനെ തോന്നിയെങ്കിൽ അവർ എന്തുകൊണ്ട് നേരത്തെ സംസാരിച്ചില്ല? എന്തുകൊണ്ടിപ്പോൾ? ഇത്രയും കാലം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട്? കാരണം സമയം അവസരത്തിന്റെ കാര്യം മാത്രമല്ല, അത് വൈകാരിക സന്നദ്ധതയെക്കുറിച്ചാണ്. അവർ ദുർബലരാകാൻ തയ്യാറായിരുന്നില്ല. ഖേദം സമ്മതിക്കുന്നു. നിങ്ങളില്ല എന്ന് പറഞ്ഞേക്കാവുന്ന സാധ്യതയെ നേരിടുന്നു. അതിനാൽ അവർ നിശബ്ദമായി നിങ്ങളെ നിരീക്ഷിച്ചു. അവർ അവരുടെ വാക്കുകൾ അളന്നു. അവർക്ക് കഴിയില്ലെന്നുവരെ ഒന്നും പറയാതെ ജീവിക്കാൻ കഴിയുമെന്ന് അവർ സ്വയം ബോധ്യപ്പെടുത്തി. സത്യം കൈവശം വയ്ക്കുന്നത് അപകടപ്പെടുത്തുന്നതിനേക്കാൾ വേദനജനകമായ ഒരു നിമിഷം വരുന്നു. ആ നിമിഷം അടുക്കുന്നു. 3. നിങ്ങളത് തിരിച്ചറിയാതെ ചലനാത്മകത മാറ്റിമറിച്ചു. അടുത്തിടെ പ്രധാനപ്പെട്ട എന്തോ സംഭവിച്ചു. ഒരുപക്ഷേ സൂക്ഷ്മമായി, ഒരുപക്ഷേ നാടകീയമായി. വ്യക്തതയെ പിന്തുടരുന്നത് നിങ്ങൾ നിർത്തി. നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുന്നത് നിർത്തി. നിങ്ങൾ വൈകാരികമായി വാതിൽക്കൽ കാത്തിരിക്കുന്നത് നിർത്തി. നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്തു. നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ ഊർജം മാറി. ആളുകൾ പലപ്പോഴും നിങ്ങളിലേക്ക് പ്രവേശനം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ ഏറ്റുപറയുന്നു. കൃത്രിമത്വം കൊണ്ടല്ല, മറിച്ച് ഉണർവുകൊണ്ടല്ല. നിങ്ങളുടെ വൈകാരിക സ്വാതന്ത്ര്യം അവർ ഒഴിവാക്കുന്ന ഒരു സത്യത്തെ നേരിടാൻ അവരെ നിർബന്ധിച്ചു. ഞാനിപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊരിക്കലും മറ്റൊരവസരം ലഭിക്കില്ല. കാരണം ഈ ഏറ്റുപറച്ചിൽ ആകസ്മികമല്ല. ഇതൊരശ്രദ്ധമായ സന്ദേശമല്ല, പകുതി മനസ്സോടെയുള്ള ക്ഷമാപണമല്ല, അവ്യക്തമല്ല. എനിക്ക് നിങ്ങളെ നഷ്ടമായി. വരാനിരിക്കുന്നത് ഭാരമുള്ളതാണ്. അവർ ഒരിക്കലും ആസൂത്രണം ചെയ്യാൻ പദ്ധതിയിട്ടില്ലാത്ത ഒരു സമ്മതം പോലെ തോന്നാം. അവർ പലതവണ പരിശീലിച്ചിട്ടുള്ള ഒരു സത്യം. ഞാൻ നിങ്ങളോടിത് നേരത്തെ പറയേണ്ടതായിരുന്നു. അവർ ഇടറി വീഴാം. അവരത് പൂർണ്ണമായി പറഞ്ഞേക്കില്ലായിരിക്കാം. പക്ഷേ വികാരം തെറ്റില്ലാത്തതായിരിക്കും എന്ന് തുടങ്ങുന്ന ഒരു വാചകം. കാരണം ഈ ഏറ്റുപറച്ചിൽ അഹങ്കാരത്തെക്കുറിച്ചല്ല, ഇത് ആശ്വാസത്തെക്കുറിച്ചാണ്. ഭാരമേറിയ എന്തോ ഒന്ന് ഒറ്റയ്ക്ക് ചുമക്കുന്നതിൽ നിന്നുള്ള ആശ്വാസം. 5. എന്തുകൊണ്ട്? അത് സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കത് അനുഭവപ്പെട്ടു. ആ മാറ്റം നിങ്ങൾ സങ്കൽപ്പിച്ചിരുന്നില്ല. പെട്ടെന്നുള്ള ആ ശാന്തത, വ്യക്തതയുമായി കലർന്ന ആ വൈകാരിക വേർപിരിവ്, അടച്ചുപൂട്ടലിന് മുൻപുള്ള ആ അടച്ചുപൂട്ടലിന്റെ വികാരം. സംഭവങ്ങൾ വരുന്നതിനു മുൻപ് അവബോധം പലപ്പോഴും നമ്മെ ഒരുക്കുന്നു. നിങ്ങളുടെ ആത്മാവ് പ്രമേയം വരുന്നതായി മനസ്സിലാക്കിയതിനാൽ നിങ്ങൾക്ക് സമാധാനം അനുഭവപ്പെട്ടു. തീർച്ചയായും പുനഃസമാഗമനമല്ല, മറിച്ച് സത്യം. സത്യം സങ്കീർണമായിരിക്കുമ്പോഴും സ്വതന്ത്രമാക്കുന്നു. 6. ഇത് തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. മനസ്സിലാക്കാൻ നിർണായകമായ ഒന്നിതാ. കുമ്പസാരമെന്നാൽ നിങ്ങൾ ഒന്നും സ്വീകരിക്കണമെന്നല്ല. അതിനർത്ഥം നിങ്ങളൊരു പ്രതികരണം കടപ്പെട്ടിരിക്കുന്നു എന്നല്ല. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തടച്ച വാതിലുകൾ വീണ്ടും തുറക്കണമെന്നർത്ഥമാക്കുന്നില്ല. ഈ നിമിഷം നിങ്ങളുടെ മൂല്യം തെളിയിക്കുന്നതിനെക്കുറിച്ചല്ല. കാത്തിരിപ്പിനെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകം അത് ചെയ്തു. ഈ നിമിഷം തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. ആദ്യമായി നിങ്ങൾ എന്താണ് യോജിക്കുന്നതെന്ന്, എന്താണ് സത്യസന്ധമായി തോന്നുന്നത്, എന്താണ് സമാധാനപരമായി തോന്നുന്നത്, അതാണ് ശക്തിയെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. 7. നിങ്ങൾ മുന്നോട്ടു പോയി എന്നവർ ഭയപ്പെടുന്നു. അവരെ ഇപ്പോൾ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ നിശബ്ദ ഭയം. നിങ്ങൾക്കിനി എന്നെ ആവശ്യമില്ല. അവർ പറയുന്നത് ശരിയാണ്. വിശദീകരണമില്ലാതെ നിങ്ങൾ ശ്വസിക്കാൻ പഠിക്കുന്നു. അടച്ചുപൂട്ടലില്ലാതെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കുന്നു. അവരുടെ വാക്കുകളില്ലാതെ നിങ്ങൾ പൂർണ്ണനായിരിക്കാൻ പഠിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് കുമ്പസാരം അടിയന്തരമായി തോന്നുന്നത്. നിരാശയല്ല, മറിച്ച് ആവശ്യം. 8. ഈ കുമ്പസാരം എന്താണ് പറയുന്നത്? വാക്കുകൾക്കപ്പുറം അവർ യഥാർത്ഥത്തിൽ പറയുന്നത്, നിശബ്ദം പാലിച്ചത് ഞാൻ തെറ്റായിരുന്നു. നിങ്ങൾ എന്നോട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ കുറച്ചു കാണിച്ചു.
അന്നെനിക്ക് എങ്ങനെ ധൈര്യമായിരിക്കണമെന്നറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നു. അവരത് വ്യക്തമായി പറഞ്ഞെങ്കിലും സത്യത്തിനൊരാവൃത്തിയുള്ളതിനാൽ നിങ്ങൾക്കത് അനുഭവപ്പെടും. 9. നിങ്ങളുടെ ഹൃദയത്തെ തയ്യാറാക്കുക, പക്ഷേ അത് കവചമാക്കരുത്. സ്വയം സംരക്ഷിക്കുന്നത് ശരിയാണ്, ഉറച്ചുനിൽക്കുന്നത് ബുദ്ധിപരമാണ്. പക്ഷേ ആ നിമിഷം നിങ്ങൾക്ക് നഷ്ടമാകുന്ന തരത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ അത്ര കഠിനമാക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സത്യസന്ധത അർഹിക്കുന്നതുകൊണ്ടാണ്. പ്രതികരിക്കാൻ തിടുക്കം കൂട്ടാതെ കേൾക്കുക, നിരീക്ഷിക്കുക, അനുഭവിക്കുക. നിങ്ങളുടെ പ്രതികരണം ഉടനടിയായിരിക്കണമെന്നില്ല. ശക്തിയിൽ നിന്ന് വരുമ്പോൾ നിശബ്ദത പവിത്രമാകാം. 10. ഇത് അവസാനിപ്പിക്കുകയോ തുടരുകയോ ആണ്. ആശയക്കുഴപ്പമല്ല. അടുത്തതായി എന്ത് സംഭവിച്ചാലും വ്യക്തത ലഭിക്കും. ഒരധ്യായം സമാധാനപരമായി അവസാനിക്കുകയോ പുതിയൊരെണ്ണം ബോധപൂർവം ആരംഭിക്കുകയോ ചെയ്യുന്നു. പക്ഷേ കാത്തിരിപ്പ്, വൈകാരികമായ അവയവം അവസാനിക്കുന്നു. അതുമാത്രമാണ് ഒരു സമ്മാനം. 11. നിങ്ങൾക്കുള്ള ഒരന്തിമ സന്ദേശം. നിങ്ങൾ വെറുതെ കാത്തിരുന്നില്ല. കുംഭസാരം വളരെ വൈകിയാലും അതൊന്നും മാറ്റുന്നില്ലെങ്കിലും അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും പ്രധാനപ്പെട്ട എന്തെങ്കിലും സ്ഥിരീകരിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം പ്രധാനമാണ്. നിങ്ങളുടെ അഭാവം അനുഭവപ്പെട്ടു. നിങ്ങളുടെ ഊർജം മറക്കാനാവാത്തതായിരുന്നു. അത് കാലം മായ്ക്കുന്ന ഒന്നല്ല. 12. ശ്വസിക്കുക, ഉറച്ചു നിൽക്കുക, നിങ്ങളായി തുടരുക. നിങ്ങൾ പ്രതികരണങ്ങൾ പരിശീലിക്കേണ്ടതില്ല. നിങ്ങൾ ഫലങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതില്ല. ആ നിമിഷത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഓർക്കുക, നിങ്ങൾ കാത്തിരുന്ന വ്യക്തിയല്ല, സ്വയം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നിങ്ങൾ. ഇപ്പോൾ സത്യം ഒടുവിലത് നേടിയെടുക്കുകയാണ്. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കുക. അങ്ങനെ നിങ്ങൾ കാണുന്ന രീതിയെ മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുതയും നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകില്ല.